കാൺ ബി എവ്രി വൺസ് ഫേവറേറ്റ്. നമ്മളിങ്ങനെ പാരലൈസ്ഡ് ആക്കുന്ന കാര്യം ഫോമോയും ഫോബോയുമാണ്. ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD കാരണം എന്താണെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. ജീവിതം ഒരു സെലിബ്രേഷൻ ആണെന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞു തരുന്നൊരു മനുഷ്യൻ. എന്തായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചത്? നമ്മൾ ജനിച്ച് വീണപ്പോൾ നമ്മുടെ ഒപ്പം ഒരു സ്വിച്ചും കൂടി ഉണ്ടായിരുന്നു കരുതുക. എപ്പം മരിക്കണമെന്ന് തോന്നുന്നു, എപ്പം മടുപ്പ് അനുഭവിക്കുന്നു, ജീവിതം ഇനി നല്ലതല്ലാന്ന് തോന്നിയാൽ ആ സ്വിച്ച് ഞെക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ ചെയ്യാൻ ഞാനും ഇത് കേൾക്കാൻ നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടാവും. വേൾഡ് കപ്പ് വരാൻ പോകുന്നു 2020. ഫസ്റ്റ് 11-ൽ സഞ്ജു ഉണ്ടാകുമോ എന്നുള്ള ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് സഞ്ജുവിൻ്റെ ആരാധകർക്കും ഒരുപക്ഷെ സഞ്ജുവിനും ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇത്ര കോടി മനുഷ്യരിൽ നിന്ന് നമ്മുടെ സഞ്ജു മലയാളികളുടെ അഭിമാനമായി ഉടൻ വരെത്തി. സഞ്ജുവിന് ചിന്തിക്കാവുന്ന യു ഡിഡ് ദി ബെസ്റ്റ് സോ ഫാർ. എനിക്ക് വീൽ ചെയറിൽ തളർന്നു കിടക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അവൻ ജീവിക്കുന്നൊക്കെ ജീവിതം കാണുമ്പോൾ എനിക്ക് എന്നോട് പുച്ഛന്നതാണ്. ഐ ഷുഡ് ലിവ് ബെറ്റർ. പ്രാക്ടീസ് കമ്പാഷൻ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. യു കാൺ ബി എവ്രി വൺസ് ഫേവറേറ്റ്, ബട്ട് മേക്ക് ഷുവർ സംബഡീസ് ഫേവറേറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു കഥ പറഞ്ഞ് തുടങ്ങാം. ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ ചെന്നു. അയാളുടെ സങ്കടങ്ങൾ മുഴുവൻ ഈ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഡിഫറെൻ്റ് ആയിരുന്നു. അയാൾ പറഞ്ഞു, എടാ, ഇവിടെ തൊട്ടടുത്തൊരു സർക്കസ് നടക്കുന്നുണ്ട്. ഞാൻ 3 തവണ അവരുടെ ഷോ കാണാൻ പോയി. എനിക്ക് ബോറടിച്ചില്ല. അതിന് കാരണം അവിടെ ഒരു ജോക്കറുണ്ട്. അയാൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഓരോ തവണയും പുതിയ പുതിയ നമ്പറുകൾ ഇട്ടിട്ടാണ് അയാൾ ആളുകളെ ചിരിപ്പിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഈ ഡിപ്രഷനിൽ നിന്നും സങ്കടത്തിൽ നിന്നൊക്കെ നമുക്കൊരു ബ്രേക്ക്, ടെമ്പററി ബ്രേക്ക് നമ്മളെ സഹായിക്കും. നീ ചെയ്യേണ്ട ഒരു കാര്യം, എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ആ സർക്കസ് പോയി കാണുക. ആ ജോക്കറെ നീ ഒബ്സർവ് ചെയ്യുക. അയാൾ മനുഷ്യ ചിരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ട്രിക്കുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് ചിരിച്ചു പോകും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് അടുത്ത സെറ്റിങ്ങിൽ ഇത് കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഡോക്ടർ, ഞാനാണ് ആ ജോക്കർ. തൊട്ടപ്പുറത്തെ സർക്കസ് കൂടാരത്തിൽ നിന്ന് ഈ സൈക്കോളജിനെ കാണാൻ വന്നത് ജോക്കർ തന്നെയായിരുന്നു. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമ്മളെ സഹായിക്കാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ തന്നെ എത്രയോ പേര് ഉപദേശിച്ചിട്ടുണ്ട്, ഓഫീസിലെ ആളുകളെ സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പഴയ പ്രശ്നങ്ങളിൽ തന്നെ പെട്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രയോഗമാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് നമ്മൾ ആരുടെയും ലിസ്റ്റിൽ നമ്മൾ പെടുന്നില്ല. ആരുടെ ആഘോഷങ്ങളിൽ, സൗഹൃദങ്ങളിൽ, അല്ലെങ്കിൽ മറ്റുള്ള ജീവിക്കുന്ന ജീവിത രീതി കാണുമ്പോൾ നമുക്കതുപോലത്തെ ജീവിതമൊന്നുമില്ല എന്നുള്ളൊരു ഭയമാണ്. ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ ഒരു ന്യൂസ് പേപ്പറുണ്ട്, ദി ഹാർബസ് എന്നാണ് ആ ന്യൂസിൻ്റെ പേര്. 2004 പാട്രിക് മെഗ്ഗിൻസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ആർട്ടിക്കിൾ എഴുതി. അതിൻ്റെ പേര് ദ സോഷ്യൽ തിയറി എന്നാണ്. ആ ആർട്ടിക്കിളിലാണ് അയാൾ ആദ്യമായിട്ട് ഫോബോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ് എന്നാണ് ഈ ടേംസ് അദ്ദേഹം എഴുതിയത്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. എല്ലാ വീക്കെൻഡിലും പല പാർട്ടികൾക്കും ഇൻവിറ്റേഷൻ വരും. ബർത്ത്ഡേ പാർട്ടി, ബ്രേക്കപ്പ് പാർട്ടി, എൻഗേജ്മെൻറ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് വിദ്യാർത്ഥികൾക്ക് ഒരു 50 ഇൻവിറ്റേഷൻസ് എങ്കിലും ഒരു വീക്കിലുണ്ടാവും പല സ്ഥലങ്ങളിലായിട്ട്. ഈ 50 ഇൻവിറ്റേഷൻ ഒന്നുപോലും കിട്ടാത്ത ഒരാൾക്ക് തോന്നുന്നൊരു വികാരമുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ കാണുമ്പോൾ, എന്താ വീക്കെൻഡ് പ്ലാൻ? എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഇൻവിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഈ ചോദിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. എല്ലാ ആഴ്ചയും നടക്കുന്ന ഇൻവിറ്റേഷനുകളിൽ ഇയാൾ മാത്രം പെടുന്നില്ല. അപ്പോൾ ഈ ഹാർവേഡ് ബിസിനസ് സ്കൂളിൽ ഇൻവിറ്റേഷൻസിൽ പെടാതെ നിരന്തരം ഒറ്റപ്പെട്ടു പോകുന്നൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒന്നാണ് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഇനി എന്താണ് ഫോബോ? ഒരു മനുഷ്യനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന 2 കാര്യങ്ങളാണ് ഫോമോയും ഫോബോയും. ഫോബോ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ വന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് എല്ലാവരെയും റെഡ് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിളിക്കുന്നു. അതിൽ നിങ്ങളുമുണ്ട്, പ്ലീസ് ഡു കം. നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് മറുപടി അയക്കുന്നു, ഞാൻ എന്തായാലും ഉണ്ടാവും, എല്ലാവരെയും കാണാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു എന്ന് മറുപടി അയക്കുന്നു. വിത്തിൻ 2 days നിങ്ങൾക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ഇൻവിറ്റേഷൻ വരികയാണ്. അതേ ദിവസം മറ്റൊരു സ്ഥലത്ത് അതിന് ഗംഭീരമായൊരു പ്രോഗ്രാം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാണ്, ഏത് തിരഞ്ഞെടുക്കും? ഇതാണ് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്. നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലായ്പ്പോഴും നമ്മളിതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരാൾ കല്യാണത്തിന് നമ്മൾ നേരിട്ട് വന്ന് വിളിച്ചില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ എന്താണ് എന്നെ നേരിട്ട് വിളിക്കാൻ ഞാൻ. നമ്മുടെ ബർത്ത്ഡേക്ക് എല്ലാവരുടെയും ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിടുന്ന ആൾ തൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ മാത്രം എന്താണ് ഇടാതെ പോകുന്നത്? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങളുടെ കുടുംബജീവിതവും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളുടെ കുടുംബജീവിതങ്ങളും നോക്കുമ്പോൾ എനിക്ക് കിട്ടിയതിലും
നല്ലതൊക്കെയാണോ അവർക്ക് കിട്ടിയിരിക്കുന്നത്? ഈ രണ്ടിനെയും കാരണമായിട്ട് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ടൈമാണ്. ഫോബോയ്ക്കും പുറകെയുള്ള ടൈം അനാലിസിസ് പാരാലിസിസ് എന്നൊരു സംഭവമാണ്. നമ്മൾ അമിതമായിട്ട് എല്ലാത്തിനെയും അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പാരലൈസ്ഡ് ആയി പോകും. നമുക്ക് ഈ അടുത്തിടയ്ക്ക് ആത്മഹത്യ ചെയ്ത കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD കാരണം എന്താണെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. പക്ഷെ അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. ജീവിതം ഒരു സെലിബ്രേഷൻ ആണെന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിരുന്നൊരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ഫ്ലൈറ്റ് പ്രൈവറ്റ് ജെറ്റിൽ ഞാൻ പോകുമ്പോൾ പൈലറ്റ് പറയാണ് ഈ പ്ലെയിൻ ഇപ്പോൾ തകർന്നു വീഴും. അങ്ങനെ പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റൊന്ന് തുള്ളും, കാരണം അത്രയും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ബക്കറ്റ് ലിസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ബക്കറ്റിലുള്ള ലിസ്റ്റുകളല്ല എൻ്റെ ഉള്ളത്, എൻ്റെ ഒരു ഡ്രമ്മിൻ്റെ ലിസ്റ്റാണ്, അത് മുഴുവൻ ഞാൻ നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. ഒരു ED റൈഡ് വരുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, അയാൾ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. എന്തായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചത്? ഇപ്പോഴും ഇങ്ങനത്തെ ഇമ്പൾസീവ് ഡിസിഷൻസ് വരുന്നത് ഒരു പാരാലിസിസിലാണ്. നിങ്ങൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ചതിച്ചു എന്നറിയുമ്പോൾ, കടം വാങ്ങിച്ച ഒരാൾ ഇനി ഒരിക്കലും അത് തിരിച്ചു തരാൻ സാധ്യതയില്ല എന്നറിയുമ്പോൾ, നിങ്ങൾ പ്ലാൻ ചെയ്ത വലിയൊരു ബിസിനസ്സിന് ഒരു ഓപ്പണൻ്റ് വേറൊരു കോമ്പറ്റീറ്റർ വന്നു എന്നറിയുമ്പോൾ നമ്മൾ നിന്നു പോകും. സ്റ്റക്കായി കഴിയുമ്പോൾ പിന്നെയുള്ള എളുപ്പവഴി എക്സിറ്റാണ് ഭൂമിയിൽ നിന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ജനിച്ച് വീണപ്പോൾ നമ്മുടെ ഒപ്പം ഒരു സ്വിച്ചും കൂടി ഉണ്ടായിരുന്നു കരുതുക. എപ്പം മരിക്കണമെന്ന് തോന്നുന്നു, എപ്പം മടുപ്പ് അനുഭവിക്കുന്നു, ജീവിതം ഇനി നല്ലതല്ലാന്ന് തോന്നിയാൽ ആ സ്വിച്ച് ഞെക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ ചെയ്യാൻ ഞാനും ഇത് കേൾക്കാൻ നിങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ടാവും. കുഞ്ഞുനാളിൽ ടൂറിന് വിടാത്തതിൻ്റെ പേരിൽ വാശിക്ക് ചിലപ്പോൾ ആ സ്വിച്ച് ഞെക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടായപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഞെക്കിയിട്ടുണ്ടാവും. ഇപ്പം മരണം ഈസിലി ആക്സസിബിൾ ആണെങ്കിൽ നമ്മളൊക്കെ പണ്ടേ അത് ചൂസ് ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് പക്ഷേ മനോഹരമായൊരു ജീവിതത്തെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നത്? നമ്മൾ പാരലൈസ്ഡ് ആയി പോകരുത്. നമ്മളിങ്ങനെ പാരലൈസ്ഡ് ആക്കുന്ന കാര്യം ഫോബോയുമാണ്. ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇപ്പോൾ നമുക്ക് സഞ്ജു സാംസന്റെ എക്സാമ്പിൾ എടുക്കാം. അദ്ദേഹം വളരെ ഭംഗിയായി കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇന്ത്യൻ ടീമിൽ കയറാണ്. ഫസ്റ്റ് 11, കാരണം 150 കോടി മനുഷ്യരുള്ളൊരു നമ്മുടെ രാജ്യത്ത് നിന്ന് 11 ആളുകൾ കളിക്കുന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. കേരളത്തിൽ നിന്നൊക്കെ വളരെ കുറച്ച് ആളുകൾ എത്തിയിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ 5 കളിയിൽ അദ്ദേഹം ഫോം ഔട്ടാണ്. വേൾഡ് കപ്പ് വരാൻ പോകുന്നു 2020. ഫസ്റ്റ് 11-ൽ സഞ്ജു ഉണ്ടാകുമോ എന്നുള്ള ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് സഞ്ജുവിൻ്റെ ആരാധകർക്കും ഒരുപക്ഷെ സഞ്ജുവിനും ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. സഞ്ജുവിൻ്റെ മൈൻഡ് സെറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻസ് ഒന്നുമുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ സഞ്ജുവിനെ എടുക്കണോ, ഇഷാൻ കിഷനെ ഫസ്റ്റ് 11-ൽ എടുക്കണോ? നമ്മളിങ്ങനെ അനാലിസിസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ മറ്റൊരു ആംഗിളിൽ നിന്ന് ഇതിനെ കാണാണ്, ഇത്ര കോടി മനുഷ്യരിൽ നിന്ന് നമ്മുടെ സഞ്ജു മലയാളികളുടെ അഭിമാനമായി അവിടം വരെ എത്തി. സഞ്ജുവിന് ചിന്തിക്കാവുന്ന യു ഡിഡ് ദി ബെസ്റ്റ് സോ ഫാർ. ഇനി 2-3 ഇന്നിങ്സ് മാത്രം മതി വീണ്ടും തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ. ഏതൊരു കാര്യത്തിലും ഇത് ചിന്തിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും, യു കാൺ ബി എവ്രിവൺസ് ഫേവറേറ്റ്. എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അതേസമയം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം, ആം ഐ സംബഡീസ് ഫേവറേറ്റ്? 800 കോടി മനുഷ്യരുള്ള ഈ ഭൂമിയിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഫേവറേറ്റ് ആണോ? എന്നെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൽ നിന്നും ഫിയർ ഓഫ് കമ്പാരിസണിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കുന്നത് എൻ്റെ സൗഹൃദങ്ങളാണ്. ഡിപ്രഷന് മരുന്നായിട്ട് WHO പറഞ്ഞത് കൂട്ട് എന്നൊരു കാര്യം. ലെറ്റ്സ് ടോക്ക്, നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം. എനിക്ക് ഗുരുക്കന്മാരുടെ ചില വൈദികരുണ്ട്, എൻ്റെ വൈഫുണ്ട്, മാതാപിതാക്കളുണ്ട്. ആരുടെയൊക്കെയോ ഫേവറേറ്റ് ലിസ്റ്റ് നമ്മളില്ല. ഇല്ലാന്ന് നിങ്ങൾ വെറുതെ പറയരുത്. ആരൊക്കെയോ നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ ഫോബോയിൽ നിന്നും പുറത്തു കിടക്കാനുള്ള മരുന്നായി സൈക്കോളജിയിൽ പറയുന്നത് പ്രാക്ടീസ് കമ്പാഷൻ എന്നാണ്. അവനവനോട് കുറച്ചുകൂടി കരുണ കാണിക്കുക. നിങ്ങളൊരാൾ വിളിച്ചില്ലെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾ പറയിടാവരുത്. ബി കൈൻഡ് ടു യുവർ സെൽഫ്. എന്തെങ്കിലും കാരണം അതിനകത്ത് ഉണ്ടാവാം എന്ന് ചിന്തിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. കിട്ടിയതിന് നന്ദി പറയുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ അടിപൊളി ഒരു വ്യക്തിയാണ് മറ്റൊരാൾക്ക് കിട്ടിയതെന്ന്? യു നെവർ നോ. എല്ലാം ഉണ്ട് എന്ന് കരുതിയ, ഓൺ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് കരുതിയ മനുഷ്യനാണ് സ്വയം ഭൂമിയിൽ നിന്ന് വെടിവെച്ചിറങ്ങിപ്പോയത്. ഇപ്പം നമ്മൾ കാണുന്നതൊന്നുമല്ല സത്യം. ഇപ്പം ഈ ജോക്കറിൻ്റെ കഥ പറഞ്ഞ പോലെ എല്ലാവരും ചിരിപ്പിക്കുന്ന മനുഷ്യൻ സങ്കടത്തിലാണ്. നമുക്ക് എന്ത് ധാരണയുണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഉള്ളിൽ കരച്ചിലിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടോ എന്ന്? നമ്മുടെ മുമ്പിൽ കരഞ്ഞു കാണിക്കുന്ന ആൾ ഉള്ളിൽ നമ്മളെ നോക്കി പരിഹസിക്കുന്നുണ്ടോ എന്ന്? യു നെവർ നോ. പ്രാക്ടീസ് കമ്പാഷൻ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. കിട്ടിയതിന് നന്ദി പറയും. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ജോലി, കിട്ടുന്ന ഭക്ഷണം, ആരോഗ്യം. ഞാൻ ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു,
ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഒരാൾ നേരെ നടക്കണ കാണുമ്പോൾ എനിക്ക് അയാളോട് അസൂയാണ്. എനിക്ക് വീൽ ചെയറിൽ തടന്നു കിടക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അവൻ ജീവിക്കുന്നൊക്കെ ജീവിതം കാണുമ്പോൾ എനിക്ക് എന്നോട് പുച്ഛന്നതാണ്. ഐ ഷുഡ് ലിവ് ബെറ്റർ. പ്രാക്ടീസ് കമ്പാഷൻ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. യു കാൺ ബി എവ്രി വൺസ് ഫേവറേറ്റ്, ബട്ട് മേക്ക് ഷുവർ യു ആർ സംബഡീസ് ഫേവറേറ്റ്. കാരണം ഈ ഭൂമി സുന്ദരമാണ്. സുനിത വില്യംസ് സ്പേസിൽ പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ നമ്മളോട് സംസാരിച്ച കാര്യം ഭൂമി സുന്ദരമാണെന്നാണ്. ഇവിടെ മനുഷ്യർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. എന്തിനാണ് നിങ്ങളിങ്ങനെ തല്ലിടുന്നതെന്ന് ചോദിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ കുറച്ചാൾ നമുക്ക് വീട് മിസ് ചെയ്യും. ഭൂമിയെ മിസ് ചെയ്ത ഒരു സ്ത്രീയാണ് ഈ പറയുന്നത്. ഭൂമിയെ അത്ര മനോഹരമായ ഇടത്തിലാണ് നമ്മൾ ഒന്ന് വീണിട്ടുള്ളത്. ഈ ഫോബോ അനാലിസിസ് പാരാലിസിസ് എല്ലാത്തിനെയും ആവശ്യത്തിൽ കൂടുതൽ അനലൈസ് ചെയ്ത് സുന്ദരമായി കയ്യിലുള്ളതിൻ്റെ ഭംഗി കളയാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ആരോ ഉണ്ട്, നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. താങ്ക് യു.